യുഎസിലെ പ്രമുഖനായ കോടീശ്വരനായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. വെറും ഒരു സ്കൂൾ ടീച്ചറായിട്ട് കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നീട് പലതരം ജോലികൾ ചെയ്ത് ധാരാളം പണം സമ്പാദിക്കുകയും അങ്ങനെ ഒരു മില്യണറായി മാറുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം അയാൾ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനായി പലതരം പാർട്ടികൾ നടത്തുവാൻ തുടങ്ങുകയാണ്. അപ്പോ അതിനായിട്ട് അയാള് ന്യൂയോർക്കില് തന്നെ ഒരു മാൻഷൻ വിലയ്ക്ക് വാങ്ങുകയും ആ മാൻഷനിൽ വെച്ച് പാർട്ടികൾ സംഘടിപ്പിക്കുകയും അതിലേക്ക് വലിയ പവർഫുൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചു വരുത്തി അതിൽ അവർക്ക് വേണ്ട തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സൗകര്യങ്ങളായിരുന്നു. കാരണം ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകളെ ഈ ഗസ്റ്റുകളൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള സൗകര്യങ്ങളായിരുന്നു എപ്സ്റ്റീൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കള്ളിന് കള്ള് പെണ്ണിന് പെണ്ണ് എന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ആയിരുന്നു എപ്സ്റ്റീൻ ഈ വന്നിട്ടുള്ള ഗസ്റ്റുകൾക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമൊക്കെ ന്യൂയോർക്കിലെ ഒരു മാൻഷനിലായിരുന്നു ഈ പാർട്ടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എപ്സ്റ്റീൻ സ്വന്തമായിട്ട് 75 ഏക്കറുകളും വരുന്ന ഒരു ദ്വീപ് വാങ്ങുകയാണ്. അപ്പോ ഈ ദ്വീപിൽ വെച്ചിട്ടാണ് പിന്നീടുള്ള പാർട്ടികളൊക്കെ അയാൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ പുറമേയുള്ള ആളുകളൊക്കെ ഈ പാർട്ടിക്ക് അകത്ത് എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ വലിയൊരു ഐഡിയ അവർക്ക് കിട്ടാൻ സാധിക്കില്ല. അപ്പൊ അതൊക്കെയായിരുന്നു ദ്വീപിന്റെ സവിശേഷത. ഈ പാർട്ടിക്ക് വരുന്ന ഗസ്റ്റുകളെയൊക്കെ എത്തിക്കുന്നതിനായി സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് തന്നെ എപ്സ്റ്റീൻ ഉപയോഗിച്ചിരുന്നു. 2005 ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് നടക്കുന്നത്. 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഒരു കേസുമായിട്ട് പുറത്തു വരികയാണ്. അവര് പറയുന്നത് താനും ഉൾപ്പെടെയുള്ള പ്രായപൂർത്തിയാകാത്ത മറ്റു പെൺകുട്ടികളെയും പണക്കാരുടെ മുന്നിൽ ഒരു പാർട്ടിയിൽ വെച്ച് കാഴ്ചവെച്ചു എന്നതാണ്. അതിന്റെ അനന്തരഫലമായി എപ്സ്റ്റീൻ 2008 അറസ്റ്റിലാക്കപ്പെടുകയാണ്. എന്നാൽ വെറും 13 ദിവസം മാത്രമാണ് അയാൾക്ക് ജയിൽവാസം ഉണ്ടായിരുന്നത്. പിന്നീട് അയാൾ പുറത്തിറങ്ങുകയായിരുന്നു. എന്നാൽ പിന്നെ 2019 എപ്സ്റ്റീൻ പിന്നെയും അറസ്റ്റിലാക്കപ്പെടുകയാണ്. ഇപ്രാവശ്യം അയാൾ 1 മാസം ജയിലിൽ കടക്കുകയും പിന്നീട് 1 മാസത്തിന് ശേഷം അറിയാൻ സാധിക്കുന്നത് അയാൾ ആത്മഹത്യ ചെയ്തു എന്നതാണ്. എന്നാൽ ഈ മരണത്തിന് ധാരാളം ദുരൂഹതകളുണ്ട്. അതിന് കാരണം എപ്സ്റ്റീൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടികളിൽ പങ്കെടുത്തിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, ആ ഗസ്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫയലുകൾ എപ്സ്റ്റീന്റെ കയ്യിലുണ്ടായിരുന്നു, എപ്സ്റ്റീൻ ഫയൽസ്. അപ്പോ ഇത് വെച്ചിട്ട് ഈ പ്രമുഖരായ ആളുകളെയൊക്കെ എപ്സ്റ്റീൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നതാണ് ജനങ്ങളുടെയും പോലീസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള ഒരു നിഗമനം ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഫയലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 60 ലക്ഷത്തോളം പേജുകൾ വരുന്ന ഫയലാണ്. അപ്പോ ഈ ഫയലിൽ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടും വരുന്ന പേര് ഇന്ന് അമേരിക്കയിൽ നിലവിലുള്ള പ്രസിഡന്റിന്റെ പേരാണ്, ഡൊണാൾഡ് ട്രംപിന്റെ പേരാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പേര് ഏകദേശം 1600ഓളം തവണയാണ് എപ്സ്റ്റീൻ ഫയൽസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ട്രംപും എപ്സ്റ്റീനും പ്രൈവറ്റ് ജെറ്റിൽ ഒരുമിച്ച് 8 തവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്നും ബിൽ ഗേറ്റ്സിന്റെയും മൈക്കൽ ജാക്സന്റെയും ഉൾപ്പെടുന്ന ഒരു പേരാണ് നിരന്നു കിടക്കുന്നത്. അതിന്റെ ഫലമായി 2025 US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഒരു എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് കൊണ്ടുവരികയാണ്. അപ്പോ 2026 ജനുവരിയിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തിറക്കുകയും 35 ലക്ഷം പേജുകൾ അടങ്ങുന്ന ഫയൽസ് പുറത്തിറക്കുകയാണ്. അതിൽ നമുക്കറിയുന്ന പലതരം പ്രമുഖരുടെയും പേരുകളുണ്ട്. ഈ പ്രമുഖരിൽ ഹോളിവുഡ് ആക്ടേഴ്സ് ഉൾപ്പെടും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ എപ്സ്റ്റീൻ ഫയൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഒരു സ്പൈ ആണ് എന്ന തരത്തിലുള്ള നിഗമനം ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം ഒരു രാജ്യത്തെ തന്നെ തകർക്കുവാൻ തക്കമുള്ള രഹസ്യ സ്വഭാവമുള്ള പല ഡാറ്റകളും എപ്സ്റ്റീൻ ശേഖരിച്ചു വെച്ചിരുന്നു എന്നതാണ്. അതായത് ആ രാജ്യത്തിന്റെ ശത്രു രാജ്യങ്ങൾക്ക് അയാൾ ആ ഡാറ്റകൾ കൊടുക്കുകയാണെങ്കിൽ ശത്രു രാജ്യങ്ങൾക്ക് ഈ രാജ്യത്തെ സുഖമായിട്ട് തകർക്കാം എന്നത് തന്നെയാണ്. അപ്പോ അത്തരം ഡാറ്റകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അയാൾ അങ്ങനെയൊക്കെ ജനങ്ങള് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വിലയിരുത്തുകയാണ്. അതിപ്പോ ഒരു കാര്യം കിട്ടിയ ജനങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താമല്ലോ. പക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോ ഈ പ്രമുഖരൊക്കെ പങ്കെടുത്ത പാർട്ടികളുണ്ടല്ലോ, ഈ പാർട്ടികളിലൊക്കെ എപ്സ്റ്റീൻ ഒരു ഒളിക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ എന്നിരുന്നാലും എപ്സ്റ്റീൻ ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടില്ല എന്നതാണ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത്. എങ്കിലും 60 ലക്ഷത്തോളം പേജുകൾ അടങ്ങുന്ന ഫയലുകളിലെ വെറും 35 ലക്ഷം പേജുകൾ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇനിയും ധാരാളം പേജുകൾ പുറത്തിറങ്ങാനുണ്ട്, ധാരാളം വിവരങ്ങൾ അറിയാനുണ്ട്.